Page number 81 first problem. A ribbon 14.5 centimeters long is cut into two equal pieces. What is the length of each piece in centimeters? 14.5 സെൻറ്റിമീറ്റർ നീളമുള്ള റിബൺ രണ്ട് തുല്യ ഭാഗങ്ങളാക്കി. ഓരോ ഭാഗത്തിൻ്റെയും നീളം എത്ര? നമുക്ക് സ്റ്റെപ്സ് എഴുതാം. ലെങ്ത് ഓഫ് എ റിബൺ ഈക്വൽ 14.5 സെൻറ്റിമീറ്റർ. നമ്പർ ഓഫ് പീസസ് ഈക്വൽ 2. രണ്ട് പീസല്ലേ ആക്കാൻ പറഞ്ഞിട്ടുള്ളത്. ലെങ്ത് ഓഫ് ഈച്ച് പീസ്, ഓരോ പീസിൻ്റെയും നീളം എത്ര? അപ്പോൾ ഈക്വൽ എങ്ങനെയാണ്? 14.5 ഡിവൈഡഡ് ബൈ 2. ഇവിടെ 14.5, അപ്പോൾ പോയിൻ്റ് മാറ്റി അതിനെ ഫ്രാക്ഷൻ ആക്കണം. പിന്നെ താഴെ ഡിനോമിനേറ്ററിൽ ഒരു 2 ഉണ്ട്, ആ 2ഉം നമുക്ക് വേണം. അപ്പോൾ 14.5നെ നമ്മൾ ഫ്രാക്ഷൻ ആക്കുമ്പോൾ എങ്ങനെയാണ്? 145 ഡിവൈഡഡ് ബൈ 1 ഇട്ടിട്ട് പോയിൻ്റ് കഴിഞ്ഞ അവിടെ മുകളിൽ ഒരു ഡിജിറ്റ് ആയിരുന്നു, അപ്പോൾ ഒരു 0 ഇടണം. അതായത് 145 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു താഴെ ഡിനോമിനേറ്ററിൽ ആ മുകളിൽ നമ്മൾ എഴുതിയ 2ഉം കൂടി എടുത്തെഴുതണം. അപ്പോൾ 10 ഇൻറ്റു 2 താഴെ എഴുതണം. അപ്പോൾ 145 ഡിവൈഡഡ് ബൈ 20. ഇനി നമുക്കിത് വെട്ടി ചെയ്യാം. 145 റൈറ്റിൽ നോക്കൂ. 145 ഡിവൈഡഡ് ബൈ 20. 5ൻ്റെ ടേബിളിൽ രണ്ടും വരും അല്ലേ? 5ൻ്റെ ടേബിൾ പറയുമ്പോൾ 4 5s are 20. അപ്പോൾ 20 വെട്ടിയിട്ട് നമുക്ക് 4 എഴുതാം. 145 എത്രയാണ്? 29. 5ൻ്റെ ടേബിളിൽ 29 ടൈംസ് ആണ്. അത് നമുക്ക് അറിഞ്ഞൂടെങ്കിൽ 145നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 29 കിട്ടും. അപ്പോൾ അത് വെട്ടി 29 എഴുതുക. ഇനി 29ഉം 4ഉം ഒരേ ടേബിളിൽ വരത്തില്ല, അപ്പോൾ നമുക്കതിനെ എഴുതി ഡിവൈഡ് ചെയ്യാം. ഇപ്പോൾ 29 4 ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 7.25. അതാണ് ആൻസർ, 7.25 സെൻറ്റിമീറ്റർ. Second question, what is the length of a side of a square of perimeter 20.5 meters? ചുറ്റളവ് 20.5 മീറ്റർ ആയിട്ടുള്ള ഒരു സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്ര? സ്റ്റെപ്പ് എഴുതാം. പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഈക്വൽ 20.5 മീറ്റർ. ലെങ്ത് ഓഫ് എ സൈഡ്, അപ്പോൾ ഒരു വശത്തിൻ്റെ നീളമാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ സമചതുരത്തിന് എത്ര വശങ്ങളുണ്ട്? 4 അല്ലേ? അപ്പോൾ ഒരു വശത്തിൻ്റെ നീളം കാണാൻ ആ 4 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 20.5 ഡിവൈഡഡ് ബൈ 4. ഇനി 20.5നെ നമ്മൾ ഫ്രാക്ഷൻ ആക്കുന്നത് എങ്ങനെയാണ്? 205 ഡിവൈഡഡ് ബൈ 10. പോയിൻ്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റ് അല്ലേ, അപ്പോൾ നമുക്ക് താഴെ ഒരു 0 ആണ് ഇടേണ്ടത്. 10 ഇൻറ്റു മുകളിൽ ഒരു ഡിനോമിനേറ്റർ ഉണ്ടല്ലോ, നമ്മൾ എഴുതിയത് 4 അല്ലേ, ആ 4 താഴെ ഇവിടെ എഴുതണം. അപ്പോൾ 205 ഡിവൈഡഡ് ബൈ 40. ഇനി 205നെ 40 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എഴുതാൻ വെട്ടി ചെയ്യാം. 5ൻ്റെ ടേബിളിൽ വരും അല്ലേ? 40 എത്ര പ്രാവശ്യമാണ്? 8 5s are 40. അപ്പം 40 വെട്ടിയിട്ട് 8 എഴുതാം. 205 5 കൊണ്ട് വെട്ടി ചെയ്യുമ്പോൾ എത്ര കിട്ടും? 41. വെട്ടി ചെയ്യാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. 205നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 41 കിട്ടും. എന്നിട്ട് 205നെ വെട്ടി അവിടെ നമുക്ക് 41 എഴുതാം. ഇനി ഇത് രണ്ടും വെട്ടിപ്പോകില്ല, അപ്പം നമുക്ക് 41നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് പോയിൻ്റ് കിട്ടും, പോയിൻ്റുള്ള ഒരു ഡിജിറ്റ് കിട്ടും. നോക്കൂ, എത്രയാണ് ആൻസർ? 5.125. അതാണ് ആൻസർ, 5.125 മീറ്റർ. തേർഡ് പ്രോബ്ലം, ദ പ്രൈസ് ഓഫ് 6 pence ഈസ് 40.50 rupees. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് 1 pen? 6 പേനകളുടെ വില 40.50 രൂപയാണെങ്കിൽ 5 പേനയുടെ വില എത്ര? അപ്പോൾ എങ്ങനെ സ്റ്റെപ്പ് എഴുതാം? പ്രൈസ് ഓഫ് 6 pence ഈക്വൽ 40.50 rupees. പ്രൈസ് ഓഫ് 1 pen ഈക്വൽ 40.50 ഡിവൈഡഡ് ബൈ 6. ഇനി 40.50നെ ഫ്രാക്ഷൻ ആക്കി എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? 4050 ഡിവൈഡഡ് ബൈ 100. 100 എങ്ങനെയാണ് വന്നത്? പോയിൻ്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് ആണ് അല്ലേ, അപ്പോൾ ഇവിടെ താഴെ 2 zeros ഇടാം. ഇൻറ്റു നമുക്ക് മുകളിൽ എത്രയാണ് ഡിനോമിനേറ്റർ എഴുതിയിട്ടുണ്ടായിരുന്നത്? 6. ആ 6ഉം കൂടി എടുത്തെഴുതാം. അപ്പോൾ 4050 ഡിവൈഡഡ് ബൈ 600. ആ ലാസ്റ്റിലുള്ള, അതായത് ഓൺസിൻ്റെ പ്ലേസിൽ വരുന്ന സീറോസ് വെട്ടിപ്പോകും. താഴെയുള്ള 600ൽ ഒരു 0യും വെട്ടിപ്പോകും. അപ്പോൾ എത്രയാണ്? 405 ഡിവൈഡഡ് ബൈ 60. അതിനെ നമുക്ക് വെട്ടി ചെയ്യാം.
405 ഡിവൈഡഡ് ബൈ 60 വെട്ടി ചെയ്യുമ്പോൾ 5ൻ്റെ ടേബിളിൽ വെട്ടി ചെയ്യുമ്പോൾ 12 5s are 60 അല്ലേ. അപ്പോൾ 60 വെട്ടിയിട്ട് അവിടെ 12 എഴുതാം. ഇനി 405നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് 81. അപ്പോൾ അത് വെട്ടിയിട്ട് മുകളിൽ 81 എഴുതാം. ഈ 81ഉം 12ഉം 3യുടെ ടേബിളിൽ പോകും. അപ്പോൾ 3യുടെ ടേബിൾ പറയുമ്പോൾ 4 3s are 12. ഇപ്പോൾ 12 വെട്ടിയിട്ട് 4 എഴുതാം. 81നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും 27. അപ്പോൾ 81 വെട്ടിയിട്ട് 27 എഴുതാം. ഇനി ഇത് വെട്ടിപ്പോകില്ല, 27ഉം 4ഉം പോയില്ല. അപ്പോൾ നമുക്ക് എഴുതി ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും 6.75 rupees. ഇതാണ് ആൻസർ. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. ക്ലാസ് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്